അങ്ങനെ നമ്മൾ വീണ്ടും അടുത്ത ക്ലാസ്സുമായിട്ട് വന്നിരിക്കുകയാണ്. കുറച്ച് ഗ്യാപ്പ് വന്നു അല്ലേ ഇതിൻ്റെ ഇടയിൽ. അത് മറ്റ് വേറെ ക്ലാസ്സുകളിലൊക്കെ ഇടയിൽ കയറി വന്ന കാരണം ടീച്ചർക്ക് ത്രൂ ഔട്ട് അങ്ങോട്ട് വീഡിയോ അയക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് ടെന്നീസ് കോർട്ട് ഓത്തിൻ്റെ കാര്യമൊക്കെ ആയിരുന്നു. ആളുകൾ പിന്നെ വേഴ്സൽ പാലസിൻ്റെ ആ ഗ്രൗണ്ടിൽ വന്നിട്ട് അവരൊരു പ്രതിജ്ഞ എടുക്കുകയാണ്. അവർക്കും കൂടെ വോട്ടവകാശം കൊടുത്തിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഇനി അതുവരെ അവർ കൊടുത്തിരുന്ന ടാക്സും കാര്യങ്ങളൊന്നും അവർ കൊടുക്കില്ല എന്ന് പറയുന്നു. അവർ ഗവൺമെൻറ്റിനെ ഓപ്പോസ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത്. അതുവരെയുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സും കാര്യങ്ങളൊക്കെ മക്കൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഡൗട്ടൊന്നും ഉണ്ടാവാൻ വഴിയില്ല. ടീച്ചർ കഴിവിൻ്റെ പരമാവധി അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ബാക്കിയുള്ളത് അവിടെ നിങ്ങോട്ട് നോക്കിക്കോളൂ കേട്ടോ. While the National Assembly was busy at Versailles drafting a constitution, the rest of France seethed through with turmoil. A severe winter had meant a bad harvest, the price of bread rose. Often bakers exploited the situation and hoarded supplies. After spending hours in long queues at the bakery, crowds of angry women stormed into the shops. At the same time, the king ordered troops to move into Paris on 14th July. The agitated crowd stormed and destroyed the Bastille. അപ്പോൾ നമ്മളിതിൻ്റെ ഈ ലെസൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു എന്താണ് ബാസിൽ കോട്ട തകർക്കുന്ന ആ ഒരു പോർഷനും അതുപോലെ പാരീസിലെ ആളുകൾ എല്ലാവരും കൂടെ നിരത്തിലേക്ക് ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ തെരുവിലേക്ക് ഇറങ്ങിയിട്ട് അവർ ഗവൺമെൻറ്റിനെതിരെ യുദ്ധം ചെയ്യാനായിട്ട് അവർ തയ്യാറാവുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഈ ലെസൻ്റെ സ്റ്റാർട്ടിങ്ങിൽ മിസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ആ ഒരു സിറ്റുവേഷനിലേക്ക് അവർ എത്താനുള്ള ഒരു റീസൺ ഇതാണ് എന്നാണ് പറയുന്നത്. കാരണം അവരെ വോട്ടെടുപ്പിൽ പങ്കെടുപ്പിച്ചില്ല എന്ന് മാത്രമല്ല, നമ്മൾ നേരത്തെ റിപ്പീറ്റ് ചെയ്യണില്ല, ടീച്ചർ ബോറടിപ്പിക്കുന്നില്ല. പിന്നെ മാത്രമല്ല അതിൽ കുറച്ച് പേരെ മാത്രമേ ഇതിനകത്ത് പങ്കെടുപ്പിച്ചുള്ളൂ. അങ്ങനെ അവർ ടെന്നീസ് കോർട്ട് ഒത്തെടുത്തു. ആ സമയത്ത് വളരെ സിവിയർ ആയിട്ടുള്ളൊരു വിൻ്ററാണ് ഫ്രാൻസിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഫാർമേഴ്സിൻ്റെ ഹാർവസ്റ്റ് എല്ലാം തന്നെ നശിച്ചുപോയി. അതൊന്നും തന്നെ അവർക്ക് കിട്ടാനുണ്ടായിരുന്നില്ല. അങ്ങനെയായി. പിന്നെ മാത്രമല്ല, അപ്പം അങ്ങനെ പിന്നെ ഹാർവസ്റ്റൊക്കെ നശിച്ചു പോയാൽ അല്ലെങ്കിൽ അവരുടെ വിളവൊക്കെ നശിച്ചു പോയാൽ എന്താ സംഭവിക്കുക? രാജ്യത്ത് പട്ടിണി വരും അല്ലേ? ഇവിടെയും നമുക്ക് അതുതന്നെയാണ് സംഭവിച്ചത്. ഈ ബ്രെഡിൻ്റെയൊക്കെ വില വല്ലാതെ അങ്ങോട്ട് കൂടി അവർക്ക് ഒരു സാധനവും അവർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാധനവും അവർക്ക് വാങ്ങാൻ പറ്റാതായി. അങ്ങനെയായപ്പോൾ അതിനിടയിൽ നിൽക്കുന്ന ഒരു ഇടനിലക്കാരായിട്ടുള്ള ആളുകളുണ്ട്. അവരെന്താ ചെയ്തതെന്നറിയോ? അവർ ഈ കച്ചവടക്കാരെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഈ സാധനങ്ങളുടെയൊക്കെ വില 4 ഇരട്ടിയാക്കി അങ്ങോട്ട് വർദ്ധിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ അവരുടെ ഈ ഫാർമേഴ്സിൻ്റെ കയ്യിൽ യാതൊന്നുമില്ല, പൈസ കൊടുത്ത് വാങ്ങാനായിട്ട് ഒരു പൈസ പോലും ഇല്ല. അതിനിടയ്ക്ക് ഉള്ള സാധനങ്ങളുടെ വില ഇരട്ടിയാവും കൂടെ ചെയ്തപ്പോൾ അവർക്കത് താങ്ങാവുന്നതിനേക്കാൾ അപ്പുറത്തേക്കായി മാറി. അപ്പോൾ അങ്ങനെയായ സമയത്ത് ആളുകൾ ബേക്കറികളുടെ മുന്നിലൊക്കെ ചെന്നിട്ട് ക്യൂ നിൽക്കുകയാണ്. മണിക്കൂറുകളോളം ക്യൂ നിൽക്കുകയാണ് അവർക്ക് കുറച്ച് ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട്, ഈ ബ്രെഡ് പോലെയുള്ള ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ആളുകൾ പിന്നെ അവർക്ക് മനസ്സിലായി ഇത് എന്താ പറയുക പൂഴ്ത്തി വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാതെ അത് വെച്ചിരിക്കുകയാണ് കൂടിയ വിലയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടെന്ന് ആളുകൾക്ക് മനസ്സിലായി. അവർ ബേക്കറികളും അതുപോലുള്ള ഷോപ്പുകളും വലിയ വലിയ കടകളൊക്കെ അവരങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ആ അറ്റാക്ക് ചെയ്യാണ്. അങ്ങനെ തെരുവിൽ ആക്രമണം നടക്കുകയാണ് എന്നുള്ള കാര്യം രാജാവിൻ്റെ ചെവിയിലേക്ക് എത്തുകയാണ്. ഉടനെ തന്നെ രാജാവ് അദ്ദേഹത്തിൻ്റെ മിലിറ്ററി ഫോഴ്സിനെ മുഴുവൻ ഈ ആളുകളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സമരക്കാരെ ഒതുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പറഞ്ഞയക്കുകയാണ്. അതാണ് നമ്മളോട് ആ ഒരു പാരഗ്രാഫിൽ പറയണത്. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ള പോലെയാണ് ആളുകൾ നേരെ ബാസിൽ ഫോർട്ട് തകർക്കുന്നതും ആ ബാസിൽ ഫോർട്ട് പണിതിട്ടുള്ള കല്ലുകളൊക്കെ മാർക്കറ്റിൽ കൊണ്ട് വിൽക്കുന്നതും ആ ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടാവുന്നത്. അടുത്ത പാരഗ്രാഫ് നോക്കൂ കേട്ടോ. In the countryside, rumors spread from village to village that the lords of manor had hired bands of brigands who were on their way to destroy the ripe crops. Caught in a frenzy of fear, peasants in several districts seized hoes and pitchforks and attacked chedeks. They hoarded grain and burned down documents containing records of manorial dues. A large number of nobles fled from their homes, many of them migrating to neighboring countries. അപ്പോൾ എന്താണ്ടായത് വെച്ചാൽ ഇൻ ദ കൺട്രി സൈഡ്, ആ കൺട്രി സൈഡ് എന്ന് വെച്ചാൽ ആ ഒരു രാജ്യത്തിൻ്റെ മൊത്തം ഫാർമേഴ്സ് ജീവിക്കുന്ന ആ ഒരു ഭാഗത്തൊക്കെ ഒരു റൂമർ അങ്ങോട്ട് പരക്കുകയാണ്. എന്താണ് റൂമർ എന്നറിയോ? അതായത് രാജാവ് നമ്മളെ എല്ലാവരെയും അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പിനെ തന്നെ ഇറക്കിയിരിക്കുന്നു. അതാണ് അവരുടെ ഒരു റൂമർ പരക്കുന്നത്. പിന്നെ മാത്രമല്ല ആ ആളുകൾ വന്നിട്ട് എന്താ ചെയ്യുമെന്നാണ് അവർ വിചാരിച്ചത്? അവരുടെ ഈ ക്രോപ്സ് കംപ്ലീറ്റ് വിളവെടുക്കാൻ പാകമായി നിൽക്കുന്ന ക്രോപ്സ് കംപ്ലീറ്റ് അങ്ങോട്ട് ഡിസ്ട്രോയ് ചെയ്യുന്നു.
നശിപ്പിക്കും. അങ്ങനെ ഒരു റൂമറാണ് അവർക്ക് അവിടെ കിട്ടുന്നത്. അതിൻ്റെ ഫലമായിട്ട് അവർ എന്താ ചെയ്യണതെന്നറിയോ, അവർ വല്ലാതെ പേടി പിടിച്ചു. അവർക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, ഞങ്ങളെയൊക്കെ ഉപദ്രവിക്കും, അല്ലെങ്കിൽ ഞങ്ങളുടെ വിളവൊക്കെ നശിപ്പിക്കുന്ന ഒരു പേടി വന്നപ്പോൾ ഈ പെസൻസ് എന്താ ചെയ്തത്, അവരുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള എന്ത് ആയുധമാണെങ്കിലും, അത് കൃഷിക്ക് ഉപയോഗിക്കുന്നതോ അല്ലാത്തതോ ആയിട്ടുള്ള എന്തോ ആയിക്കോട്ടെ, ആ ആയുധങ്ങൾ എടുത്തിട്ട് അവർ നേരെ ഈ വലിയ വലിയ പ്രഭുക്കന്മാരും അവരൊക്കെ താമസിക്കുന്ന പാലസിലേക്ക് അവർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലുകയാണ്. എന്നിട്ട് അവർ അവിടെ ഉണ്ടായിരുന്ന ഇവർ പണം കൊടുക്കാനുണ്ട്, ഈ പാവപ്പെട്ട കർഷകർ പ്രഭു കുടുംബങ്ങൾക്ക് പണം കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ അവർ നികുതി അടച്ചിട്ടില്ല, അങ്ങനെയുള്ള രേഖകളെല്ലാം തന്നെ അവർ പിടിച്ചെടുക്കും. ഈ വലിയ വലിയ വീടുകളിൽ ഇവരുടെ കയ്യിൽ നിന്ന്, ഈ ഫാർമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പിന്നെ കൊള്ളയടിച്ച് വെച്ചിട്ടുള്ളതെന്ന് തന്നെ പറയണം നമുക്ക്. അങ്ങനെയുള്ള ധാന്യങ്ങളെല്ലാം അവർ അവിടെ നിന്ന് പിടിച്ചെടുക്കും. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനാണ് നമുക്ക് ആ സെക്കൻഡ് പാരഗ്രാഫിൽ കാണുന്നത്. പിന്നെ മാത്രമല്ല, അവിടുന്ന് പിടിച്ചെടുത്തിട്ടുള്ള ഈ ഡോക്യുമെൻറ്റ്സ് ഉണ്ടല്ലോ, അതെല്ലാം തന്നെ അവർ വഴിയിലിട്ട് അങ്ങോട്ട് കത്തിച്ച് കളയും. A large number of nobles have fled from their homes, many of them migrating to neighboring countries എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ സംഭവിച്ചത്, ഒരു ഗ്രാമം മൊത്തം അങ്ങോട്ട് ചെല്ലുകയാണ് അല്ലേ, ഈ പ്രഭുക്കന്മാരുടെ വീട്ടിലേക്കും അതുപോലുള്ള ആളുകളുടെ വലിയ വലിയ ആളുകളുടെ വീടുകളിലേക്കൊക്കെ. അപ്പോൾ അവർ എന്ത് ചെയ്തു, അവർക്ക് പേടിയായി. കാരണം പെട്ടെന്ന് അങ്ങോട്ട് ഇത്രയും വലിയ ആളുകളെ ഒതുക്കാനുള്ള ഗ്രൂപ്പൊന്നും അവരുടെ കയ്യിലുണ്ടായിരുന്നില്ല. അപ്പോൾ അവരെന്താ ചെയ്തതെന്നറിയോ, അവർ കുറേ പേർക്കൊക്കെ അവരുടെ വീട് തന്നെ നഷ്ടമായി. ബാക്കിയുള്ള ആളുകൾ നൈബറിങ് കൺട്രീസിലേക്ക് അവർ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ സെക്കൻഡ് പാരഗ്രാഫിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫിൽ നോക്കാം. Faced with the power of his revolting subject, Louis XVI finally accorded recognition to the National Assembly and accepted the principle that his powers would from now on be checked by a constitution. On the night of 4th August 1789, the Assembly passed a decree abolishing the feudal system of obligations and taxes. Members of the clergy too were forced to give up their privileges. Tithes were abolished and lands owned by the church were confiscated. As a result, the government acquired assets worth at least 2 billion livres. എന്താണ് അവിടെ സംഭവിക്കുന്നത് നോക്കൂ. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ നമുക്ക് കാണുന്നത് ലൂയി 16 എന്താ പറയുക, കൊമ്പ് കുത്തുക എന്നൊക്കെ പറയില്ലേ നമ്മൾ, ആളുകളുടെ മുന്നിൽ, ജനങ്ങളുടെ മുന്നിൽ ശരിക്കും അങ്ങോട്ട് തകർന്ന് തരിപ്പണാവുന്ന ഒരു അവസ്ഥയാണ് ആ പാരഗ്രാഫിൻ്റെ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം അവസാനം തോൽവി സമ്മതിക്കുകയാണ് ആളുകളുടെ മുന്നിൽ. തോൽവി സമ്മതിച്ചു എന്ന് മാത്രമല്ല, അതുവരെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക, കരി നിയമങ്ങൾ എന്ന് പറയുന്ന പോലത്തെ നിയമങ്ങളെല്ലാം തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു. അതുകൊണ്ട് പിന്നെ മാത്രമല്ല, നികുതിയൊക്കെ കൊടുത്തിരുന്നു, ആവശ്യമില്ലാത്ത കുറേ നികുതികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം തന്നെ നിർത്തലാക്കി. പിന്നെ മാത്രമല്ല, ഈ രാജാവിൻ്റെ ഫാമിലിക്ക് മാത്രമല്ല കേട്ടോ ഉണ്ടായത്, നമ്മൾ 3 എസ്റ്റേറ്റിലുണ്ടായിരുന്ന ബാക്കി 2 പേരുണ്ട്, ബാക്കി ഒരാളും കൂടി ഉണ്ടല്ലോ. ആദ്യത്തെ നമ്മുടെ രാജാവിൻ്റെ ഫാമിലി, അതിൽ അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ അവർക്ക് ഉപേക്ഷിക്കേണ്ടതായി വന്നു. പിന്നെ വരുന്നത് നമ്മുടെ പ്രീസ്റ്റിൻ്റെ ഒരു വകുപ്പുണ്ടായിരുന്നല്ലോ അവിടെ, ആ പ്രീസ്റ്റിൻ്റെ ആളുകൾക്കും അവരതുവരെ അനുഭവിച്ചിരുന്ന സകല സുഖ സൗകര്യങ്ങളും അവർക്ക് ഉപേക്ഷിക്കേണ്ടതായി വന്നു. അങ്ങനെ വന്നിട്ട് പിന്നീട് അവിടുന്ന് അങ്ങോട്ട് നമ്മൾ കാണുന്നത് ഫ്രാൻസിന് ഒരു പുതിയ ഭരണഘടന വരുന്ന ഒരു പിക്ചറാണ് പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത്. എന്താണോ ഈ ആളുകൾ ആവശ്യപ്പെട്ടിട്ട് ഉണ്ടായിരുന്നത്, അതിൻ്റെ ഒരു 3/4 ഭാഗം എന്ന് പറയുന്ന പോലെ രാജാവിനെ അംഗീകരിക്കേണ്ടതായിട്ട് വരികയാണ് ചെയ്യുന്നത്. എന്നാലും പിന്നീട് അവിടുന്ന് അങ്ങോട്ട് പാവപ്പെട്ട ആളുകൾക്ക് ജീവിക്കാൻ അത്ര വലിയൊരു ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഒന്നും നമുക്ക് പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ഫ്രാൻസിൽ കാണാൻ പറ്റില്ല. ഒരു വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ഫ്രാൻസിൽ കാര്യങ്ങൾ പോണത്. അപ്പോൾ ഇതിനകത്ത് അദ്ദേഹം പറയുന്നൊരു കാര്യം എന്താ വെച്ചാൽ, ഓൺ ദ നൈറ്റ് ഓഫ് 4th August 1789, അതൊന്ന് അണ്ടർലൈൻ ചെയ്തോളൂ. കാരണം 1789 ഓഗസ്റ്റ് 4 രാത്രിയിലാണ് ഫ്രാൻസിന് ഒരു പുതിയ ഭരണഘടനയ്ക്ക് അനുവാദം കൊടുക്കുന്നത്. അതായത് ഇനി ഞങ്ങളുടെ കടുംപിടുത്തങ്ങളൊക്കെ അവസാനിച്ചു, ഇനി ഞങ്ങൾ രാജ്യത്തിന് വേണ്ടിയിട്ട്, രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തോളാം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് സമ്മതിച്ചിട്ട് അതുവരെയുള്ള എല്ലാ ടാക്സസും അതുപോലെ ആ ഒരു എന്താ പറയുക അടിച്ചമർത്തുന്ന സിസ്റ്റമൊക്കെ ലൂയിസ് 16 അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും അവസാനിപ്പിക്കുന്ന ഒരു കാഴ്ച നമുക്ക് ആ ലാസ്റ്റ് പാരഗ്രാഫിൽ നമുക്ക് കാണാൻ പറ്റും. ഇനി ഇതിൻ്റെ മുകളിലുള്ളതിൽ കുറച്ച് നിങ്ങൾക്ക് കിട്ടാത്ത വേർഡ്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ടീച്ചർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, മീനിങ്സ് കൊടുക്കാം, മക്കളത് നോക്കിക്കോളൂ. ഏതെങ്കിലും കിട്ടാത്ത വേർഡ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടോ.
ഇനി നമ്മൾ നേരെ പോണത് ഫ്രാൻസ് ബിക്കംസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി. ഇനിതാ ഫ്രാൻസിലെ അതുവരെ ഉണ്ടായിരുന്ന ഫ്രാൻസിൻ്റെ ശനിദശ ഒരു മുക്കാൽ ഭാഗവും മാറുന്ന ഒരു കാഴ്ച നമുക്ക് അവിടെ കാണാം. ദ നാഷണൽ അസംബ്ലി കംപ്ലീറ്റഡ് ദ ഡ്രാഫ്റ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ 1791. Its main object was to limit the powers of the monarch. These powers, instead of being concentrated in the hands of one person, were now separated and assigned to different institutions. That means the legislature, executive and judiciary. This made France a constitutional monarchy. അതിലെന്താണ് പറയുന്നത് നോക്കൂ. അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു ഫ്രാൻസിൻ്റെ പിക്ചർ അങ്ങോട്ട് മാറിയിട്ട് മുമ്പ് എന്തായിരുന്നു, എല്ലാ അധികാരങ്ങളും ഒരാളുടെ കയ്യിലായിരുന്നു. പക്ഷേ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നപ്പോഴെന്താ സംഭവിച്ചത്, ഓരോ വിഭാഗമായിട്ട് അങ്ങോട്ട് തിരിച്ചിട്ട് രാജ്യത്തിൻ്റെ എല്ലാ അധികാരങ്ങളെയും ഓരോരോ സെക്ഷനിലേക്ക് അങ്ങോട്ട് കൊടുക്കുക ചെയ്യണത്. ഏതൊക്കെ സെക്ഷനിലേക്കാണെന്നറിയോ കൊടുക്കുന്നത്? ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ, നിയമനിർമ്മാണം നടത്താൻ ഒരാളുകൾ, ആ നിയമനിർമ്മാണം നടത്തുമ്പോൾ അത് നടപ്പാക്കാൻ മറ്റൊരു വിഭാഗം ആളുകൾ, പിന്നെ മാത്രമല്ല ജുഡീഷ്യറിക്ക് അതിനേക്കാൾ ഉയർന്ന ഒരു റോളാണ് വരിക. കാരണം എന്താണ്, ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു സിറ്റിസണ് ഈ അവകാശങ്ങളും അല്ലെങ്കിൽ അയാൾക്ക് കിട്ടേണ്ട കാര്യങ്ങളെല്ലാം മുടങ്ങുന്നുണ്ടോ നോക്കിയിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ ജുഡീഷ്യറി നിയമം നടപ്പാക്കിയിട്ട് അത് ചെയ്യും. അപ്പം അങ്ങനെ 3 തലങ്ങളിലേക്ക് ഫ്രാൻസിൻ്റെ ഭരണം നീങ്ങി പോവുകയാണ് ചെയ്യുന്നത്. ആദ്യം എന്തായിരുന്നു, ഒരാളുടെ കയ്യിലായിരുന്നു അല്ലേ. ഒരാൾ പറയുന്ന പോലെയായിരുന്നു ഫ്രാൻസിലെ ജനത കംപ്ലീറ്റ് ജീവിച്ചിരുന്നത്. വളരെയധികം സഫറിങ് ശരിക്കും അവർ സഫർ ചെയ്തിട്ടുണ്ട് അതിനകത്ത് കിടന്നിട്ട്. ഇപ്പോൾ പക്ഷേ ആ ഒരു പിക്ചറൊക്കെ മാറുകയാണ്. ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി എന്നുള്ള ഡിഫറെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് അതങ്ങോട്ട് മാറി പോവുകയാണ് ചെയ്യണത് അതിൻ്റെ ഭരണം. അതാണ് അവിടെ പറയുന്നുള്ളൂ. ഇനി അടുത്തത് പറയുന്നത് നമുക്ക് കാണാം, ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കാണാം. താഴെയുള്ള ഒരു ബോക്സ് നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതൊരു പൊളിറ്റിക്കൽ സിസ്റ്റമാണ്. ഈ 1791 വന്നിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കീഴിൽ വന്നിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സിസ്റ്റമാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. അതിൽ 3 വിഭാഗങ്ങൾ. ഒന്ന് വിമൻ, ചിൽഡ്രൻ ആൻഡ് യൂത്ത് ബിലോ 25 കാണാം. അതിൻ്റെ മുകളിൽ നമുക്ക് പാസീവ് സിറ്റിസൺസ്, നോ വോട്ടിംഗ് റൈറ്റ് എബൌട്ട് 3 മില്യൺ മെൻ കാണാം. അതിൻ്റെ മുകളിൽ പറയുന്നത് ആക്റ്റീവ് സിറ്റിസൺസ് ആണ്. അത് എബൌട്ട് 4 മില്യൺ ഓഫ് എ പോപ്പുലേഷൻ ഓഫ് 28 മില്യൺ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന ആളുകൾ ഏതൊക്കെ തലത്തിലുള്ളതാണ് എന്നുള്ളതാണ്. ആളുകൾ ഇതാ ഒരു കറക്റ്റ് ഒരു പിക്ചർ ഒരു ആരോ കീസ് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും അങ്ങനെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആയിട്ട് വരുന്നതോ അല്ലെങ്കിൽ ഒരു ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് അതൊന്നും ഇതിനകത്തൊന്നും ഇല്ല. പിന്നെ വരുന്ന ഇതുമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു പാരഗ്രാഫുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ടീച്ചർ ഒരു ക്വസ്റ്റ്യൻ പോലും വിടാതെ താഴെ ടീച്ചർ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ മാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെയാണ് തോന്നുകയാണെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. അല്ല എഴുതിയെടുക്കേണ്ടതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യൂ. എന്തായാലും ഒന്ന് വായിച്ചു നോക്കൂ കേട്ടോ. ഇനി താഴെ പറയുന്നു, അതിൻ്റെ താഴേക്ക് പോവാം നമുക്ക്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് 1791 vested the power to make laws in the National Assembly which was indirectly elected. That is, citizens voted for a group of electors who in turn choose the assembly. Not all citizens, however, had the right to vote. Only men about 25 years of age who paid taxes equal to at least 3 days of a labor's wage were given the status of active citizens. That is, they were entitled to vote. അപ്പോൾ ഇങ്ങനെ ഈ സിറ്റിസനെ നമ്മൾ തരംതിരിക്കുമ്പോൾ ആർക്കാണ് വോട്ട് ചെയ്യാനുള്ള അധികാരം നമുക്കറിയണ്ടേ. അത് ആർക്കാന്ന് വെച്ചാൽ ഓൺലി മെൻ. ഓക്കെ, പിന്നെ മാത്രമല്ല എബോവ് 25 ഇയേഴ്സ് ആയിരിക്കണം അവർക്ക്. പിന്നെ മാത്രമല്ല അവർ ടാക്സ് കൊടുക്കുന്ന ആളുകളായിരിക്കണം. പിന്നെ അതല്ലെങ്കിൽ 3 days അറ്റ്ലീസ്റ്റ് 3 days ഓഫ് എ ലേബേഴ്സ് വേജ് അവർക്ക് ഉണ്ടായിരിക്കണം. അതായത് കുറേ കണ്ടീഷൻസ് പറഞ്ഞിട്ടാണ് ഇവിടെ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ വോട്ട് ചെയ്യാനുള്ള അധികാരം ആളുകൾക്ക് കൊടുക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് ദ റിമൈനിങ് മെൻ ആൻഡ് ഓൾ വിമൻ വെർ ക്ലാസ്ഡ് ആസ് എ പാസീവ് സിറ്റിസൺസ്. ബാക്കി ആളുകളെയും സ്ത്രീകളെയും ഒക്കെ പാസീവ് സിറ്റിസൺസിലാണ് അവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് വോട്ടിംഗ് റൈറ്റ് ഒന്നുമില്ല അവർക്ക് ഉണ്ടായിരിക്കില്ല. പിന്നെ അതിൽ വരുന്നത് സ്ത്രീകളും കുട്ടികളും അതുപോലെ 25 വയസ്സിൽ താഴെയുള്ള ആളുകളൊക്കെ ആയിരിക്കും അതിനകത്ത് വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പാക്കിയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. 2 ഗ്രൂപ്പായിട്ട്, ഒന്ന് വോട്ട് ചെയ്യാൻ റൈറ്റ് ഉള്ള ആളുകളും ഒന്ന് നോ വോട്ടിംഗ് റൈറ്റ്സ് ഉള്ള ഗ്രൂപ്പും. അങ്ങനെയാണ് 2ആയിട്ട് തിരിക്കുന്നത്. To qualify as an elector and as a member of the assembly, a man had to belong to the highest bracket of taxpayers. ഇനി
ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത് ആ വോട്ട് ചെയ്യാനുള്ള അധികാരം ആർക്കൊക്കെയാണ്, ആരെയൊക്കെയാണ് വോട്ട് ചെയ്ത് എടുക്കുന്നത്, അത്രയും കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് പറയുന്നുള്ളൂ. ഇനി തൊട്ടടുത്ത ഇതിൽ പറയുന്നത് ദ ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് സിറ്റീസൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ പിക്ചർ ഒന്ന് നോക്കിക്കോളൂ. ദ ഫിഗർ 8 ദ ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് സിറ്റീസൺ പെയിന്റഡ് ബൈ ദ ആർട്ടിസ്റ്റ് ലാ ബാർബിയ ഇൻ 1790. ദ ഫിഗർ ഓൺ ദ റൈറ്റ് റെപ്രസെന്റ് ഫ്രാൻസ്. ദ ഫിഗർ ഓൺ ദ ലെഫ്റ്റ് സിംബലൈസ് ദ ലോ. ഇനി ആ പിക്ചറിൻ്റെ താഴെയുള്ള പാരഗ്രാഫ് നോക്കൂ. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബിഗാൻ വിത്ത് എ ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് സിറ്റിസൺ. റൈറ്റ്സ് സച്ച് ആസ് ദ റൈറ്റ് ടു ലൈഫ്, ഫ്രീഡം ഓഫ് സ്പീച്ച്, ഫ്രീഡം ഓഫ് ഒപ്പീനിയൻ, equality before law were established as a natural and inalienable rights. That is, they belonged to each human being by birth and could not be taken away. It was the duty of the state to protect each citizen's natural rights. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയണത് എന്നാണ് നമ്മളോട് പറയണത്. അത് മനുഷ്യൻ്റെ അല്ലെങ്കിൽ ആ ഫ്രാൻസിൽ ജീവിക്കുന്ന ആളുകളുടെ പൗരന്മാരുടെ അവകാശങ്ങളെക്കുറിച്ചാണ് ആ ഇതിൽ പറയുന്നത്, കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയണത്. അത് എങ്ങനെയുള്ള റൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ടു ലൈഫ്, ജീവിക്കാനുള്ള അവകാശം, ഫ്രീഡം ഓഫ് സ്പീച്ച്, അറിയാലോ സംസാരിക്കാനുള്ള, നമ്മുടെ അഭിപ്രായം പറയാനുള്ള അവകാശം, ഇക്വാളിറ്റി ബിഫോർ ലോ, നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ് എന്നുള്ളത്. അങ്ങനെ കുറേ നാച്ചുറലായിട്ടുള്ളതും അതേപോലെ തന്നെ അതെടുത്തു മാറ്റാൻ കഴിയാത്തതുമായിട്ടുള്ള കുറേ അവകാശങ്ങൾ, അതിനെയാണ് നമ്മൾ നാച്ചുറൽ ആൻഡ് ഇൻആലിയനബിൾ റൈറ്റ്സ് നമ്മൾ പറയണത് കേട്ടോ. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ചാണ്. അതപ്പോൾ ഒരാൾ ജനിക്കുമ്പോൾ തന്നെ, അല്ലാതെ ജനിച്ചു കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഗ്രൂപ്പിൽ പെടുമ്പോൾ മാത്രമാണ് അയാൾക്ക് അവകാശങ്ങൾ അല്ലെങ്കിൽ അയാളുടെ കാര്യങ്ങൾ, അങ്ങനെയല്ല പറയണത്. ഒരു മനുഷ്യൻ ജനിക്കുമ്പോഴേ അവൻ പൂർണ്ണമായിട്ടും സ്വതന്ത്രനായിട്ടാണ് ജനിക്കുന്നത്. അല്ലെങ്കിൽ എല്ലാ അവകാശങ്ങളോടും കൂടി തന്നെയാണ്, മറ്റുള്ള ആളുകളുടെ പോലെ എല്ലാ അവകാശങ്ങളോടും കൂടി തന്നെയാണ് ജനിക്കുന്നത്. അല്ലാതെ അവൻ ജനിച്ചു കഴിഞ്ഞിട്ട് ഓരോ അവകാശങ്ങൾ അവനാരും പതിച്ചു കൊടുക്കുന്നതൊന്നുമല്ല. ഇത്രയും കാര്യങ്ങളാണ് നമ്മളോട് ആ പാരഗ്രാഫിൽ പറയുന്നത്. പിന്നെ അടുത്തത് നിങ്ങൾക്ക് സോഴ്സ് സി എന്ന് പറഞ്ഞിട്ട് ദ ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് സിറ്റീസ് എന്ന് പറഞ്ഞിട്ട് തരുന്നുണ്ട്. അതിൽ കുറച്ച് വളരെ ചെറിയ കാര്യങ്ങളാണ് പറയുന്നത്. Men are born and remain free and equal in rights. നമ്മൾ നേരത്തെ പറഞ്ഞു. The aim of every political association is the preservation of natural and inalienable rights of man. These are liberty, property, security and resistance to oppression. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾ ജനിക്കുമ്പോൾ നല്ല പൂർണ്ണമായിട്ടും സ്വതന്ത്രനായിട്ട് തന്നെയാണ് ജനിക്കുന്നത്. അവൻ ജനിക്കുമ്പോഴേ അവന് എല്ലാ അവകാശങ്ങളും കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്കും അല്ലെങ്കിൽ ഒരാൾക്കും തന്നെ അവൻ്റെ അവകാശങ്ങൾ നാച്ചുറലായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ അവകാശങ്ങൾ എടുത്തു മാറ്റാൻ ായിട്ടുള്ള അവകാശമില്ല. അയാൾക്ക് മറ്റുള്ള ആളുകൾ ജീവിക്കുന്ന പോലെ തന്നെ അയാൾക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കാം. അയാളുടെ പ്രോപ്പർട്ടിക്കുള്ള അവകാശം അയാൾക്കുണ്ട്. പിന്നെ അങ്ങനെ എല്ലാ കാര്യങ്ങളും നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത് ദ സോഴ്സ് ഓഫ് ഓൾ സോവറിനിറ്റി റിസൈഡ്സ് ഇൻ ദ നേഷൻ. നോ ഗ്രൂപ്പ് ഓർ ഇൻഡിവിജ്വൽ മേ എക്സസൈസ് അതോറിറ്റി ദാറ്റ് ഡസൻ കം ഫ്രം ദ പീപ്പിൾ. അതായത് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വലിനോ മാത്രമായിട്ട് ഈ അധികാരങ്ങൾ ഒതുങ്ങണില്ല. അത് ജനങ്ങളുടെ മൊത്തം അവകാശമാണത്. അവരാണ് സെലക്ട് ചെയ്തെടുക്കുന്നത്. അവരാര് ഭരിക്കണം, ആര് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ളതൊക്കെ അവരാണ് തീരുമാനിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് അവരുടെ മേലെ അധികാരം അടിച്ചേൽപ്പിക്കുകയല്ല ചെയ്യണത്. ഇനി പിന്നെ വരുന്നത് ലിബർട്ടി കൺസിസ്റ്റ് ഓഫ് ദ പവർ ടു ഡു വാട്ട് എവർ ഈസ് നോട്ട് ഇൻജൂറിയസ് ടു അതേഴ്സ്. നമുക്ക് മറ്റുള്ളവർക്ക് ഉപകാരം അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കില്ല എന്ന് തോന്നുന്ന ഏത് കാര്യവും ചെയ്യാനുള്ള അവകാശം നമുക്കുണ്ട്. പക്ഷേ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി മറ്റൊരാൾക്ക് ഉപദ്രവമാവും എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് രാജ്യത്തിനത് തടസ്സപ്പെടുത്താം അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ല എന്ന് നമ്മളെ വിലക്കാം. ഓക്കെ, അതാണ് ആ ഫോർബിഡ് എന്നുള്ള വേർഡിൻ്റെ മീനിങ്, വിലക്ക് ഏർപ്പെടുത്തുക. പിന്നെ 4ഉം 5ഉം അത് തന്നെയാണ് പറയണത്. അതേപോലെ തന്നെ എല്ലാ സിറ്റിസണും നിയമത്തിൻ്റെ മുമ്പിൽ സമന്മാരാണ്. ഒരാൾക്ക് നിയമം ബാധകമല്ല, അല്ലെങ്കിൽ ആ ആൾക്ക് എന്തും ചെയ്യാം, ആരോടും എന്തും പറയാം, അങ്ങനെയുള്ളൊരു നിയമമില്ല. നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണ്. അതാണ് പിന്നത്തെ വരുന്നത്. പിന്നെ നോ മാൻ മേ ബി അക്യൂസ്ഡ്, അറസ്റ്റഡ് ഓർ ഡീറ്റെയിൻഡ് എക്സെപ്റ്റ് ഇൻ കേസ് ഓഫ് ഡിറ്റർമിൻഡ് ബൈ ദ ലോ. നിയമം അനുശാസിക്കുന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരാളെ അനധികൃതമായിട്ട് അല്ലെങ്കിൽ കുറ്റം ചുമത്താനോ അല്ലെങ്കിൽ അയാൾ ഇന്നെ തെറ്റ് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ട് അയാളെ ഒരു കുറ്റവാളിയാക്കാനോ അതല്ലെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അയാളെ അങ്ങനെ തടങ്കലിൽ വെക്കാനോ ഇതിനൊന്നും അവകാശമില്ല. പക്ഷേ എങ്ങനെയാണെങ്കിൽ അതിന് അവകാശമുണ്ട്. നിയമം പറയുകയാണ് ഇന്നയാൾ തെറ്റ് ചെയ്തിട്ടുണ്ട് തോന്നുന്നുണ്ട്, അതുകൊണ്ട് അയാളെ അറസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ അയാളെ തടവിലാക്കണം എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അയാളെ നിയമത്തിനെ അനുസരിക്കണം. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, എല്ലാ സിറ്റിസണും നിയമത്തിന് മുൻപിൽ സമന്മാരാണ് നമ്മൾ പറയണത്.
പിന്നെ വരുന്നത് എവരി സിറ്റിസൺ മേ സ്പീക്ക് റൈറ്റ് ആൻഡ് പ്രിന്റ് ഫ്രീലി. ഹി മസ്റ്റ് ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ അബ്യൂസ് ഓഫ് സച്ച് ലിബർട്ടി ഇൻ കേസ് ഡിറ്റർമിൻഡ് ബൈ ദ ലോ. ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും എഴുതാം, പ്രിന്റ് ചെയ്യാം, ഒക്കെ ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷെ അവിടെ ഒരു പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ഇത് രാജ്യത്തിന് ദോഷകരമായി ഭവിക്കുമെന്ന് കണ്ടാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇത് രാജ്യത്തുള്ള ആളുകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കണു ഈ ഒരു പ്രിന്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അയാൾ എഴുതിയിട്ടുള്ള ഒരു മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നിയമം അതിനകത്ത് ഇടപെടും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് മൊത്തം നമ്മളോട് പറയണത്. ഇനി ഇവിടെ വരുന്ന ബാക്കി കാര്യങ്ങളിലേക്ക് അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ ടീച്ചർ താഴെ ബോക്സിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ മക്കൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ എല്ലാ തവണയും ടീച്ചർ പറയണ പോലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ വായിച്ചു നോക്കൂ. നിങ്ങൾക്കത് കുറച്ചുകൂടെ യൂസ്ഫുൾ ആവുമെന്ന് തോന്നുകയാണെങ്കിൽ അത് കോപ്പി ചെയ്തെടുത്തോളൂ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്കത് മനസ്സിലാവണുണ്ടെന്ന് തോന്നിയാൽ ഉടനെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. അവർക്കും ഈ വീഡിയോ കുറച്ച് യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ പിന്നെ എക്സാമൊക്കെ ഈസി അല്ലേ, പിന്നെ ഈ സോഷ്യൽ എന്നുള്ള സബ്ജക്റ്റിനെ അങ്ങനെ പേടിക്കൊന്നും വേണ്ടല്ലോ. അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യൂ കേട്ടോ.